ഹലോ സുഖല്ലേ? ഇന്നാണെങ്കിൽ എന്റെ മെസ്സ് എന്താക്കണം എന്നുള്ള പരിപാടിയെല്ലാം മുമ്പേ ഉണ്ടായിന് കേട്ടോ. എന്തായിട്ട് ബിരിയാണിന്റെ വെക്കുന്നത് നോക്കാല്ലേ എങ്ങനെ ആവും. ചിക്കനെ നല്ല പാങ്ങില് മുളയെല്ലാം തേച്ച് മസാല ആക്കിയിട്ട് നേരെ ഫ്രിഡ്ജിലേക്ക് അങ്ങ് കയറ്റി ആടെ നല്ല പാങ്ങില് റെസ്റ്റ് എടുക്കുക. അപ്പൊക്കെ നമുക്ക് മസാല ആക്കണമല്ല. ഞാൻ ഇങ്ങനെ ഒരു മസാല മുമ്പ് ആക്കിയിട്ടില്ല, ഉള്ളിലെ പൊരിച്ചിട്ടാക്കുന്നതാണ്. എങ്ങനെയാണെന്നുള്ളതെല്ലാം കണ്ടിട്ട് തന്നെ അറിയാം. യുയിലാണെങ്കിൽ ഈത്തപ്പഴത്തിന്റെ സീസണായി. അപ്പൊ ഈത്തപ്പഴം കിട്ടിയിട്ടുണ്ട്. പച്ച ഈത്തപ്പഴം തിന്നിട്ട് നമ്മ പരിപാടി തുടങ്ങി. നല്ല വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ചിക്കൻ പൊരിക്കാൻ വെച്ച് ആടെ പൊരിഞ്ഞുകൊണ്ട് കിടിച്ചിങ്ങനെ BBC തലശ്ശേരി ബിരിയാണി റൈസ് കിട്ടീന്. അപ്പൊ അതെടുത്തിട്ടില്ല ബിരിയാണി. ആ പൊരിഞ്ഞ ഉള്ളിയും കുറച്ച് ബിരിയാണി മസാലയും ഗരം മസാലയും പിന്നെ മല്ലിച്ചപ്പ് പൊതിന കരിയാപ്പില ഇതെല്ലാം ഇട്ടിട്ട് നല്ല പാങ്ങില് മസാല അങ്ങ് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടാണ്. BBC റൈസ് എടുത്തിട്ട് നെയ്ച്ചോറ് വെക്കാൻ തുടങ്ങി. ഏതായാലും ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ തന്നെ വെക്കുന്നത്. ചോറ് ലൈറ്റ് ആകുമ്പോൾ നല്ല പാങ്ങില് മസാല എല്ലാം കൂട്ടിയിട്ട് അവിടെ ദമ്മിടാൻ വെച്ച് അവിടെ ദമ്മായിട്ട് കെട്ടിയോളാണ് എന്റെ മാലാക എന്നുള്ള സിനിമന്റെ ക്ലൈമാക്സ് എല്ലാം കാണുന്നുണ്ട്. ഭയങ്കര ക്ലൈമാക്സ് അല്ലേ അത്. കുറച്ച് സമയത്തിന് ശേഷം ആ ദം അങ്ങ് പൊട്ടിച്ച് അങ്ങനെ ആ ബിരിയാണി അങ്ങ് വിളമ്പാൻ തുടങ്ങി. മോനെ ചൂട് ബിരിയാണി ആ മസാലയെല്ലാം കൂട്ടിട്ട് തിന്നുമ്പോണ്ടല്ല ഏത് മജ. കൂടെയുള്ളവരെല്ലാം അതിനെ കുറിച്ചിട്ട് നല്ല അഭിപ്രായം പറയുമ്പോ പിന്നെ വേറെന്ത് വേണ്ടത്. അപ്പുറത്ത് നിന്ന് ഫാദ് ചോദിച്ചു എന്തിനാ ഫുഡ് ഉണ്ടാക്കി. ഞാൻ പറഞ്ഞു ബിരിയാണി. അക്കില്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞിട്ടുണ്ട് ബിരിയാണി എങ്ങനെയുണ്ടാ. ബിരിയാണി എങ്ങനെയുണ്ടായി? അൽഹംദുലില്ലാ അങ്ങനെ സന്തോഷത്തോടെ നമ്മൾ ഇറങ്ങി. അപ്പൊ ഓക്കെ ബൈ.